ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റിൽ ഇൻസേർട്ടിംഗ് ഡയഗ്രാം എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഇൻസേർട്ടിംഗ് ഷേപ്സിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഷേപ്സ് ഏതൊക്കെ തരത്തിലുണ്ട്, എങ്ങനെ നമുക്ക് ഷേപ്സ് നമ്മുടെ സ്ലൈഡുകൾക്കുള്ളിൽ ഇൻസേർട്ട് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്കൊരു 2 മോഡൽ ക്വസ്റ്റ്യൻ കണ്ടിട്ട് പോവാം. First question, which tool is a part of clipboard group in Microsoft Word 2007? Microsoft Word 2007-ലെ ഏത് ടൂളാണ് ക്ലിപ്ബോർഡ് ഗ്രൂപ്പിൻ്റെ ഭാഗം എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. ഓപ്ഷൻ എ ഫോർമാറ്റ് പെയിൻറ്റർ, ഓപ്ഷൻ ബി ഷേപ്സ്, ഓപ്ഷൻ സി സ്മാർട്ട് ആർട്ട്, ഓപ്ഷൻ ഡി പേജ് ബ്രേക്ക്. ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഫോർമാറ്റ് പെയിൻറ്റർ ആണ് കേട്ടോ. ഫോർമാറ്റ് പെയിൻറ്റർ എന്ന് പറയുന്നത് ക്ലിപ്പ് ബോർഡിൻ്റെ ഭാഗമാണ്. മൈക്രോസോഫ്റ്റ് വേർഡ് ആയാലും എക്സൽ ആയാലും പവർ പോയിൻ്റ് ആയാലും ഹോം ടാബിനകത്തെ ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്ന ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത് ഫോർമാറ്റ് പെയിൻറ്റർ എന്ന് പറയുന്നത്. ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പിനകത്ത് ഫോർമാറ്റ് പെയിൻറ്ററിന് പുറമെ കട്ട്, കോപ്പി, പേസ്റ്റ്, പിന്നെ പേസ്റ്റിൽ ഉള്ളൊരു ഡൗൺ ആയതുകൊണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേസ്റ്റ് സ്പെഷ്യൽ പോലുള്ള ഫീച്ചേഴ്സൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. ഒരു റീഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് ഈ ഒരു ചോദ്യം പറഞ്ഞു എന്നേ ഉള്ളൂ. ദെൻ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഓട്ടോ ഷേപ്പ് ഇൻ MS വേർഡ്? MS വേർഡ് ആയാലും പവർ പോയിൻ്റ് ആയാലും എക്സൽ ആയാലും ചോദിക്കാൻ സാധ്യത ഉള്ള ഒരു ചോദ്യമാണ്. ഈ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഓട്ടോ ഷേപ്പ് ഇൻ മൈക്രോസോഫ്റ്റ് വേർഡ്? മൈക്രോസോഫ്റ്റ് വേർഡിൽ ഓട്ടോ ഷേപ്പ് അല്ലാത്തത് എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ലൈൻസ്, ക്ലിപ്പാർട്ട്, സർക്കിൾ, കർവ്സ്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ക്ലിപ്പാർട്ട്. ക്ലിപ്പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓട്ടോ ഷേപ്പ് അല്ല. ക്ലിപ്പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻബിൽട്ട് ആയിട്ടുള്ള കാർട്ടൂണൈസ്ഡ് ഇമേജസ് ആണ് കേട്ടോ. ഇൻബിൽട്ട് ആയിട്ടുള്ള കാർട്ടൂണൈസ്ഡ് ഇമേജസ് ആണ്. വ്യത്യസ്ത സബ്ജക്റ്റുകൾക്ക് അടിസ്ഥാനത്തിലുള്ള കുറേ തരത്തിലുള്ള പടങ്ങൾ നമുക്ക് ക്ലിപ്പാർട്ടിൽ നിന്ന് ആക്സസ് ചെയ്യാവുന്നതാണ്. പുതിയ വെർഷൻസിനകത്തൊന്നും എക്സ്ക്ലൂസീവ്ലി ക്ലിപ്പാർട്ട് അവൈലബിൾ അല്ല. ഈ പഴയ വെർഷൻസിൽ 2007 പോലുള്ള വെർഷൻസിലാണ് ക്ലിപ്പാർട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. പുതിയ വെർഷൻസിനകത്തൊക്കെ ഓൺലൈൻ പിക്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഓൺലൈനായിട്ട് ബിങ് സെർച്ച് എഞ്ചിൻ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിക്ചേഴ്സ് ഡൗൺലോഡ് ചെയ്ത് ക്ലിപ്പാർട്ട് പിക്ചേഴ്സ് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് എന്താ പറയുക, 2 ക്വസ്റ്റ്യൻ നമ്മൾ റീഫ്രഷ്മെൻറ്റിന് വേണ്ടി പഠിച്ചതേ ഉള്ളൂ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻസേർട്ടിംഗ് ഷേപ്സ് ഇൻ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിൽ എങ്ങനെ ഷേപ്പുകൾ ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ എന്താണ് ഷേപ്പ് എന്നുള്ളത് നമ്മൾ പഠിക്കണം. ഷേപ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. വിവിധ രൂപത്തിൽ നമ്മൾ വരയ്ക്കുന്ന പടങ്ങളെ നമുക്ക് ഷേപ്സ് എന്ന് പറയാം. വിവിധ ആകൃതിയിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും അല്ലേ. ഷേപ്സ് ആർ റെഡിമെയ്ഡ് ഡ്രോയിങ് ഓബ്ജക്ട്സ്. ഓർത്ത് വെച്ചിരിക്കുക, ഷേപ്സ് ആർ റെഡിമെയ്ഡ് ഡ്രോയിങ് ഓബ്ജക്ട്സ് ഇൻ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് കേട്ടോ. മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിലെ റെഡിമെയ്ഡായിട്ട് നമുക്ക് കിട്ടുന്ന ഡ്രോയിങ് ഒബ്ജക്റ്റുകളെയാണ് എന്തെന്ന് പറയുന്നത്? ഷേപ്സ് എന്ന് പറയുന്നത്. അതായത് ഇൻബിൽട്ടായിട്ട് തന്നെ അവിടെ അവൈലബിൾ ആണ്. നമ്മൾ പ്രത്യേകിച്ച് വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓരോ പർട്ടിക്കുലർ ഷേപ്പിലും ക്ലിക്ക് ചെയ്ത് നമ്മൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് വരച്ചാൽ മതിയാവും. ദെൻ used to create diagrams, flowcharts, arrows, callouts, symbols, banners and designs in a slide. ഒരു സ്ലൈഡിനകത്ത് പലതരത്തിലുള്ള ഡയഗ്രാംസ്, ഫ്ലോ ചാർട്ടുകൾ, ആരോസ്, കോളൗട്ടുകൾ, സിമ്പലുകൾ, ബാനറുകൾ, അങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഡിസൈൻ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഷേപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് ഷേപ്പ് എന്ന് ചോദിച്ചാൽ പറയുക, ഷേപ്സ് ആർ റെഡിമെയ്ഡ് ഡ്രോയിങ് ഓബ്ജക്ട്സ് അവൈലബിൾ ഇൻ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്. പവർ പോയിന്റിലും എക്സലിലും വേർഡിലും ഒക്കെ ഷേപ്പുകൾ അവൈലബിൾ തന്നെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഒരുപാട് തരത്തിലുള്ള ഡയഗ്രാംസും ഫ്ലോ ചാർട്ട്സും ആരോസും ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വരച്ച സ്ലൈഡുകൾക്കുള്ളിൽ ഡിസൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അത് അറിഞ്ഞിരിക്കുക. ഷേപ്സ് ഹെൽപ്പ് ടു മേക്ക് പ്രസൻറ്റേഷൻ അട്രാക്റ്റീവ് ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് കേട്ടോ. ഒരു പ്രസൻറ്റേഷനെ കൂടുതൽ ആകർഷണീയമാക്കുവാനും കാര്യങ്ങൾ കുറച്ചും കൂടി പെട്ടെന്ന് മനസ്സിലാക്കി തരുവാനും ഷേപ്പുകൾ എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു. ഒരു പ്രസൻറ്റേഷൻ്റെ ഉദ്ദേശം എന്താണ്? ചില കാര്യങ്ങൾ ഓഡിയൻസിന് മുന്നിൽ അവതരിപ്പിക്കുക. ആ അവതരിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള പടങ്ങളൊക്കെ ചേർത്ത് വരച്ച് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ കാണുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി നന്നായിട്ട് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എടുക്കുവാനായിട്ട് സാധിക്കും. അതൊക്കെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്.
സോ മനസ്സിലാക്കുക, ഷേപ്സ് ആർ റെഡിമെയ്ഡ് ഡ്രോയിങ് ഒബ്ജക്ട്സ് ഇൻ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് used to create diagrams, flowcharts, arrows, callouts, symbols, banners and designs in a slide. Then steps to insert shapes. ഷേപ്പ് ഇൻസേർട്ട് ചെയ്യുവാനായിട്ടുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഒരു പ്രസൻറ്റേഷൻ ഓപ്പൺ ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പ് ഒരു പർട്ടിക്കുലർ സ്ലൈഡ് സെലക്ട് ചെയ്യുക. ആ സ്ലൈഡ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സ്ലൈഡ് ഏരിയയിൽ ആ ഒരു പർട്ടിക്കുലർ സ്ലൈഡ് ഓപ്പണായി വരും അല്ലേ? അവിടെയാണ് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത്. ക്ലിക്ക് ദ ഇൻസേർട്ട് ടാബ്. ദെൻ നേരെ ഇൻസേർട്ട് ടാബിലേക്ക് പോവുക. ഈ ഷേപ്സ് എന്നൊക്കെ പറഞ്ഞാൽ ആക്ച്വലി ഒരു എലമെൻ്റ് ആണ്, ഒരു ഒബ്ജക്റ്റ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ട്, നമ്മുടെ സ്ലൈഡിൽ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റിൽ എന്തെങ്കിലും ഒബ്ജക്റ്റുകളോ എലമെൻറ്റുകളോ, അതായത് പടങ്ങളോ ഡയഗ്രാംസോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇൻസേർട്ട് ടാബിൽ പോയിരിക്കണം. ഇൻസേർട്ട് ടാബിനകത്ത് ഇൻ ദ ഇലസ്ട്രേഷൻസ് ഗ്രൂപ്പ് ക്ലിക്ക് ഷേപ്സ്. ഇലസ്ട്രേഷൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഷേപ്സ് എന്ന് പറയുന്ന ടാബ് എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഇൻസേർട്ട് ടാബിൽ ഇലസ്ട്രേഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഷേപ്സിൽ എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്യുക. ചൂസ് എ ഷേപ്പ് ഫ്രം ദ ഗാലറി. ഷേപ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഷേപ്പ് ഗാലറി കിട്ടും. എന്ത് കിട്ടും? ഒരു ഷേപ്പ് ഗാലറി കിട്ടും. അവിടെ ആ ഒരു ഗാലറിക്കകത്ത് നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഷേപ്പ് എന്താണോ അതെന്ത് ചെയ്യുക? തിരഞ്ഞെടുക്കുക. ഒരുപാട് തരത്തിലുള്ള ഷേപ്സ്, ഒരുപാട് കാറ്റഗറി ഓഫ് ഷേപ്സ് അവൈലബിൾ ആണ്. ബേസിക് ഷേപ്സ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ, സ്ക്വയർ. അതിനോടൊപ്പം തന്നെ മറ്റ് തരത്തിലുള്ള അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്കുള്ള ഷേപ്സും ആ ഗാലറിയിൽ നിന്ന് നമുക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ഓൺ ദ സ്ലൈഡ് ടു ഡ്രോ ദ ഷേപ്പ്. അപ്പോൾ ഒരു ഷേപ്പ് ഗാലറിക്കകത്ത് നിന്നും ഒരു ഷേപ്പ് മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സ്ലൈഡിനകത്ത് എവിടെ വെച്ച് വേണമെങ്കിലും മൗസ് ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിൽ ഒരു ഷേപ്പ് വരയ്ക്കാനായിട്ട് പറ്റും. സർക്കിളോ ട്രയാങ്കിളോ റെക്റ്റാങ്കിളോ അല്ലെങ്കിൽ ഹെക്സഗണോ പെൻറ്റഗണോ എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം? നമുക്ക് വരയ്ക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ്. ഇൻസേർട്ട് ടാബിൽ പോവുക. ഇൻസേർട്ട് ടാബിനകത്ത് ഇലസ്ട്രേഷൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പോവുക. അവിടെ ഷേപ്സ് എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഷേപ്പ് ഗാലറി ഓപ്പണായി വരും. ആ ഷേപ്പ് ഗാലറിക്കകത്ത് വ്യത്യസ്ത കാറ്റഗറി ഓഫ് ഷേപ്സ് കാണും. അതിനുള്ളിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഷേപ്പ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം മൗസ് ഉപയോഗിച്ച് സ്ലൈഡിൽ ഏത് ഭാഗത്ത് ഡ്രാഗ് ചെയ്താലും അവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഷേപ്പ് വരച്ചെടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് ഒരു ഷേപ്പ് പ്രസൻറ്റേഷനിൽ അല്ലെങ്കിൽ സ്ലൈഡിൽ ഇൻസേർട്ട് ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. ദെൻ ഈ കണ്ടോ, ഇത് നമ്മുടെ 2007 പവർ പോയിന്റ് 2007 ഇൻ്റർഫേസ് ആണ്. അവിടെ ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബിൽ ഇതാ കണ്ടോ, ഷേപ്സ് എന്ന് പറയുന്ന ഒരു കമാൻഡ് അല്ലെങ്കിൽ ഒരു ടാബ് കാണാൻ സാധിക്കും. നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്യുക. ഇൻസേർട്ട് എന്ന് പറയുന്ന ആ ഒരു ടാബിൽ ഇലസ്ട്രേഷൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ഷേപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഷേപ്സിനകത്ത് ആ കുറച്ച് പടം നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഒരു സിലിണ്ടറിൻ്റെയും ഒരു സ്ക്വയറിൻ്റെയും ഒരു സർക്കിളിൻ്റെയും പടം ഇങ്ങനെ കാണാൻ പറ്റും. അവിടെ ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിവിധ കാറ്റഗറി ഓഫ് ഷേപ്സ് ഒരു ഷേപ്പ് ഗാലറിയിൽ കാണാൻ സാധിക്കും. കണ്ടോ, നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്ക് ഒരു ഡൗൺ മെനു വന്നു, ഒരു ഷേപ്പ് ഗാലറി വന്നു. ആ ഷേപ്പ് ഗാലറിക്കകത്ത് വ്യത്യസ്ത കാറ്റഗറീസ് ഓഫ് ഷേപ്പുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ലൈൻസ്, റെക്ടാങ്കിൾസ്, ബേസിക് ഷേപ്സ് വീണ്ടും ഉണ്ട് കേട്ടോ. അത് മൊത്തത്തിൽ ഈ സ്ക്രീനിൽ കാണിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഇങ്ങനെ ഇത്രയും ഞാൻ ഒരു എക്സാമ്പിളായിട്ട് കാണിച്ചിട്ടുള്ളൂ. അങ്ങനെ വ്യത്യസ്ത കാറ്റഗറീസ് ഓഫ് ഷേപ്സ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു പർട്ടിക്കുലർ ഷേപ്പ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് മൗസ് ഉപയോഗിച്ച് നിങ്ങൾ ഏത് ഭാഗത്താണോ വരയ്ക്കുന്നത് അവിടെ ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാരലലോഗ്രാം നിങ്ങൾക്ക് വരച്ചെടുക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ആവശ്യപ്പെടുന്ന ഏത് തരത്തിലുള്ള ഷേപ്പുകൾ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വരച്ച് എടുക്കുവാനായിട്ട് സാധിക്കും. ഈസി ആയിട്ട് വരച്ചെടുക്കുവാനായിട്ട് സാധിക്കും കേട്ടോ. ആ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈ ഷേപ്സ് എന്നൊക്കെ പറയുന്നത് വേർഡിലും എക്സലിലും പവർ പോയിന്റിലും എല്ലാം കോമൺലി അവൈലബിൾ ആയിട്ടുള്ള സംഗതികളാണ് കേട്ടോ. ദെൻ കാറ്റഗറീസ് ഓഫ് ഷേപ്സ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഡയഗ്രാം എന്നും പറഞ്ഞിട്ട് സിലബസിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ കാറ്റഗറീസ് പഠിച്ചു വെക്കണം. നമ്മൾ സ്മാർട്ട് ആർട്ടിലൊക്കെ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. റീസെൻ്റ്ലി യൂസ്ഡ് ഷേപ്സ് കേട്ടോ. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസെൻ്റ്ലി യൂസ്ഡ് ഷേപ്സ്. റീസെൻ്റ്ലി യൂസ്ഡ് ഷേപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേ റീസെൻ്റ്ലി ഇൻസേർട്ടഡ് ഷേപ്സ് അല്ലെങ്കിൽ ഫ്രീക്വൻ്റ്ലി ഇൻസേർട്ടഡ് ഷേപ്സ്. അതായത് നമ്മൾ അടുത്തിടെ
അല്ലെങ്കിൽ നമ്മൾ കുറച്ച് മുന്നേ ഉപയോഗിച്ച വരച്ച ഷേപ്പുകളെ നമുക്ക് ഡിസ്പ്ലേയിൽ കാണിച്ചു തരുവാനായി യൂസ് ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ് റീസെൻ്റ്ലി യൂസ്ഡ് ഷേപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്പ്ലേ റീസെൻ്റ്ലി ഇൻസേർട്ടഡ് ഷേപ്സ് നമ്മൾ അടുത്തിടെ അല്ലെങ്കിൽ അധികം സമയമാവുന്നതിന് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിനുള്ളിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്ത ഷേപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഏരിയയാണ് റീസെൻ്റ്ലി യൂസ്ഡ് ഷേപ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലോ അല്ലെങ്കിൽ ലാസ്റ്റ് ഡേയോ അല്ലെങ്കിൽ കുറച്ച് സമയം മുന്നേ നമ്മൾ നമ്മുടെ ഡോക്യുമെൻറ്റിൽ കുറച്ച് ഷേപ്സ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഷേപ്പുകൾ കാണിച്ചു തരുവാൻ സാധിക്കുന്ന ഒരു ഏരിയയാണ് റീസെൻ്റ്ലി യൂസ്ഡ് ഷേപ്സ് എന്ന് പറയുന്ന കാറ്റഗറി. ദെൻ ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറിക്കകത്ത് പ്രധാനമായിട്ടും സ്ട്രെയിറ്റ് ലൈൻസ്, നേർരേഖകളോ, പിന്നെ ആരോ മാർക്സ്, കണക്ടേഴ്സ്, കർവ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ലൈൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമുക്ക് കാണാൻ സാധിക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കും കർവ്സ് എന്ന് പറയുന്ന ആ ഒരു ഷേപ്പ് ഏത് ഷേപ്പ് കാറ്റഗറിക്കകത്താണ് കാണാൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ പറയുക ലൈൻസ് കേട്ടോ. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻസ്, ആരോസ്, കണക്ടേഴ്സ്, കർവ്സ്, ഇത്തരത്തിലുള്ള ഷേപ്പുകളെല്ലാം കാണാൻ സാധിക്കുന്നത് ലൈൻ എന്ന് പറയുന്ന കാറ്റഗറിക്കുള്ളിൽ നിന്നാണ്. ദെൻ റെക്റ്റാങ്കിൾ, റൗണ്ടഡ് റെക്റ്റാങ്കിൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് എവിടെയാണ്? റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്നാണ് കേട്ടോ, അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ നിന്നാണ്. അപ്പോൾ റെക്റ്റാങ്കിൾസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ റെക്റ്റാങ്കിൾ, റൗണ്ടഡ് റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഷേപ്സ് ഇതിനകത്ത് കാണാൻ സാധിക്കും. ദെൻ അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ബേസിക് ഷേപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കിൾ, ട്രയാങ്കിൾ, ഡയമണ്ട്, ഹെക്സഗൺ, പെൻഡാഗൺ, ഹെർട്ട്, ഇത്തരത്തിലുള്ള ഷേപ്സ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാറ്റഗറിയാണ് ബേസിക് ഷേപ്സ് കാറ്റഗറി എന്ന് പറയുന്നത്. പിന്നെ ബ്ലോക്ക് ആരോസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ആരോ, അപ്പ് ആരോ, ലെഫ്റ്റ് റൈറ്റ് ആരോ, ഇങ്ങനെയുള്ള ഷേപ്സ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബ്ലോക്ക് ആരോസ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലാണ്. പിന്നെ ഇക്വേഷൻ ഷേപ്സ്, പ്ലസ്, മൈനസ്, മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾസ്, ഇതെല്ലാം നമുക്ക് ഇക്വേഷൻ ഷേപ്സിനകത്ത് കാണാൻ സാധിക്കും. പിന്നെ ഫ്ലോ ചാർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് യൂസ്ഡ് ഫോർ ഫ്ലോ ചാർട്ട് ഡയഗ്രംസിനകത്ത് ഉപയോഗിക്കേണ്ട കണക്ടേഴ്സ്, അതേപോലെ തന്നെ അതിനകത്തും റെക്റ്റാങ്കിൾ ഷേപ്പ്, ഓവൽ ഷേപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ ഇത് വളരെ ബേസിക് ആയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം ഈ ഫ്ലോ ചാർട്ട്, ഇക്വേഷൻ ഷേപ്സ്, ബ്ലോക്ക് ആരോസ്, ബേസിക് ഷേപ്സ് ഇതെല്ലാം എന്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുക ഷേപ്സ് കാറ്റഗറിക്കകത്ത് വരുന്ന വേരിയസ് സംഗതികളാണ് ഫ്ലോ ചാർട്ട്, ഇക്വേഷൻ ഷേപ്സ്, ബ്ലോക്ക് ആരോസ്, ബേസിക് ഷേപ്സ്, അതേപോലെ തന്നെ എന്താണ് റെക്റ്റാങ്കിൾ, അല്ലേ, റെക്റ്റാങ്കിൾസ്, ലൈൻസ്, റീസെൻ്റ്ലി യൂസ്ഡ് ഷേപ്സ്, ഇതെല്ലാം കാറ്റഗറീസ് ഓഫ് ഷേപ്സ് ആണ് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഒന്ന് നോക്കുക കേട്ടോ. ക്ലിക്ക് ചെയ്ത് ഒന്ന് ജസ്റ്റ് എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് കാര്യങ്ങൾ ബെറ്ററായിട്ട് ക്ലിയർ ആവും. അപ്പോൾ തിയറിറ്റിക്കലി ഇത്രയും വളരെ സിമ്പിളായിട്ട് പഠിച്ചു വെച്ചാൽ മതിയാവും. ഒരുപാട് ഡീപ്പായിട്ട് ഇതിനകത്ത് പഠിക്കേണ്ട കാര്യമില്ല, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ടാൽ മതി. ദെൻ സ്റ്റാർസ് ആൻഡ് ബാനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർസ്, റിബൺസ്, എക്സ്പ്ലോഷൻ ഷേപ്സ് ഇതെല്ലാം കാണാൻ സാധിക്കുന്ന ഒരു കാറ്റഗറിയാണ് സ്റ്റാർസ് ആൻഡ് ബാനേഴ്സ് എന്ന് പറയുന്നത്. ദെൻ കാൾ ഔട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീച്ച് ബബിൾസ്, പിന്നെ കമാൻഡ് ബോക്സസ്, അല്ലേ, കമൻറ്റ് ബോക്സസ്, സ്പീച്ച് ബബിൾസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. സ്പീച്ച് ബബിൾസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും, ആരെങ്കിലും സംസാരിക്കുന്ന ഒരു സംഭാഷണം, നമ്മളിങ്ങനെ പല കഥാപുസ്തകങ്ങളിലൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവുമല്ലോ. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാൾ ഔട്ട്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് കാണാൻ സാധിക്കുക. പിന്നെ ഫോർമാറ്റിംഗ് ഷേപ്സ്, നമുക്ക് ഷേപ്പുകളെ ഫോർമാറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പം അതിന് മുന്നേ എനിക്ക് ഒന്ന് രണ്ട് കാര്യം കൂടി പറയാനുണ്ട്. ഷേപ്സ് എന്താണെന്ന് മനസ്സിലായി, വിവിധ കാറ്റഗറീസ് ഓഫ് ഷേപ്സ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ആ കാറ്റഗറിയുടെ ടൈറ്റിലെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. കാൾ ഔട്ട്സ്, സ്റ്റാർ ആൻഡ് ബാനേഴ്സ്, ഫ്ലോ ചാർട്ട് സിമ്പിൾസ്, ഇക്വേഷൻ സിമ്പിൾസ്, ഇങ്ങനെ വിവിധ തരത്തിലുള്ള ഷേപ്പ് കാറ്റഗറീസ് നമുക്ക് അവൈലബിൾ ആണ്. ദെൻ ഫോർമാറ്റിംഗ് ഷേപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ ഇൻസേർട്ടിങ് എ ഷേപ്പ് ദ ഫോർമാറ്റ് ടാബ് അപ്പിയേഴ്സ് അണ്ടർ ഡ്രോയിങ് ടൂൾസ്. അപ്പോൾ നമ്മളൊരു ഷേപ്പ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിബണിൽ ഫോർമാറ്റ് എന്ന് പറയുന്ന ഒരു ടാബ് എനേബിൾ ആവും. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷേപ്പിനെ ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂളുകളും കമാൻഡ്സും അടങ്ങിയ ഒരു ഫോർമാറ്റ് ടാബാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് റിബണിൽ കാണാൻ സാധിക്കുക. നോക്കിയേ, നമ്മളൊരു ഷേപ്പ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ഷേപ്പിൽ നമ്മൾ മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോർമാറ്റ് എന്ന് പറയുന്ന ഒരു ടാബ് എന്ത് ചെയ്യും, ഇവിടെ എനാബിൾ ആവും കേട്ടോ. ഫോർമാറ്റ് എന്ന് പറയുന്ന ഒരു ടാബ് എനാബിൾ ആവും.
അതായത് നമ്മൾ ഇൻസേർട്ട് ചെയ്ത ആ പിക്ചറിനെ അല്ലെങ്കിൽ ആ ഒരു ഷേപ്പിനെ നമുക്ക് പല രീതിയിലും ഫോർമാറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ കുറേ ഗ്രൂപ്പുകളുണ്ട്. ഇൻസേർട്ട് ഷേപ്സ് എന്നൊരു ഗ്രൂപ്പുണ്ട്. വീണ്ടും നമുക്ക് എഗെയിൻ പുതിയ ഷേപ്പുകളൊക്കെ ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഷേപ്പ് സ്റ്റൈൽസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. വേർഡ് ആർട്ട് സ്റ്റൈൽസ്, അറേഞ്ച്, സൈസ്, ഇത്രയും ഗ്രൂപ്പുകളാണ് ഫോർമാറ്റ് എന്ന് പറയുന്ന ആ ഒരു ടാബിൽ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ മനസ്സിലാക്കണം, നമ്മളൊരു ഷേപ്പ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ടാബുകൾ എനേബിൾ ആവും എന്ന് ചോദിച്ചാൽ പറയുക ഒരു ടാബ്. ഫോർമാറ്റ് എന്ന് പറയുന്ന ഒരു ടാബാണ് എന്ത് ചെയ്യുന്നത്, അവിടെ എനേബിൾ ആവുന്നത്. ഇത് നമുക്ക് ഈ ഫോർമാറ്റ് ടാബിനകത്ത് വരുന്ന ഓരോ ഓപ്ഷൻസും എന്താണെന്ന് നോക്കാം. അതിലാദ്യത്തേത് ഷേപ്പ് സ്റ്റൈൽസ്. ഷേപ്പ് സ്റ്റൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഈ ഒരു കാറ്റഗറിയാണ് കേട്ടോ. അതിന് മുന്നേ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇൻസേർട്ട് ഷേപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, ഷേപ്പുകൾ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടം ഷേപ്പുകളാണ് ഇൻസേർട്ട് ഷേപ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, ദെൻ ഷേപ്പ് സ്റ്റൈൽസ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അപ്ലൈ റെഡിമെയ്ഡ് സ്റ്റൈൽസ്. നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള സ്റ്റൈലുകൾ ഓരോ ഷേപ്പിനും എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അറിയുക, ഷേപ്പ് സ്റ്റൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരച്ചിട്ടിരിക്കുന്ന ഷേപ്പുകളിൽ അതിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കുവാൻ വേണ്ടി വിവിധ സ്റ്റൈലുകൾ അപ്ലൈ ചെയ്യാൻ പറ്റും. ഷേപ്പ് സ്റ്റൈൽസ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ചില കമാൻഡ്സ് നമുക്ക് നോക്കാം. ഷേപ്പ് ഫില്ല് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഞാനിപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിൾ വരച്ച് കഴിഞ്ഞാൽ ആ ട്രയാങ്കിളിനകത്ത് എനിക്കൊരു പർട്ടിക്കുലർ കളർ എന്ത് ചെയ്യാൻ പറ്റും, ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആഡ് കളർ ഇൻസൈഡ് ദ ഷേപ്പ്. നമ്മൾ വരച്ച് വെച്ചിരിക്കുന്ന ഷേപ്പിനുള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള നിറം കൊടുക്കുവാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഷേപ്പ് ഫില്ല് എന്ന് പറയുന്നത്. ദെൻ ഷേപ്പ് ഔട്ട്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഔട്ട്ലൈൻ കളർ, തിക്നെസ് ആൻഡ് സ്റ്റൈല്. ഒരു ഷേപ്പ് വരച്ചതിന് ശേഷം ആ ഷേപ്പിന് മുകളിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഔട്ട്ലൈൻ കൊടുക്കാനായിട്ട് പറ്റും. ഒരു ബോർഡർ ലൈൻ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ ആ ബോർഡർ ലൈനിൻ്റെ തിക്നെസ്സും കളറും ഒക്കെ എന്ത് ചെയ്യാം, എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഷേപ്പ് ഔട്ട്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരച്ച് വെച്ചിരിക്കുന്ന ഷേപ്പിന് ഒരു ബോർഡർ ലൈൻ വരയ്ക്കാൻ പറ്റും. ആ ബോർഡർ ലൈനിൻ്റെ തിക്നെസ്, കളറ്, സ്റ്റൈല്, ഇത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് എന്ത് ചെയ്യാം, ഷേപ്പ് ഔട്ട്ലൈൻ ഉപയോഗിച്ച് ചേഞ്ച് ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നന്നായിട്ട് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ഷേപ്പ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അപ്പിയറൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റുമല്ലേ, എഫക്റ്റുകൾ ആഡ് ചെയ്യാൻ പറ്റും. അതായത് ഷാഡോ, ഒരു ഷേപ്പിന് നിഴൽ നമുക്ക് ആഡ് ചെയ്യാം, കത്തി നിൽക്കുന്നത് പോലെ ഗ്ലോ, റിഫ്ലക്ഷൻ, 3D എഫക്ട്സ്, ഇത്തരം എക്സ്ട്രാ എഫക്റ്റുകൾ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ വരച്ച് വെച്ചിരിക്കുന്ന ഷേപ്പിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ചില പ്രസൻറ്റേഷൻസ് ഒക്കെ അവതരിപ്പിക്കുമ്പോഴത്തേക്ക് ആ പ്രസൻറ്റേഷൻ നമുക്ക് ഒന്നും കൂടി ഒന്ന് ആകർഷണീയമാക്കണം അല്ലേ, അത് കാണുന്ന ഓഡിയൻസിന് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്കുവാൻ വേണ്ടി നമ്മൾ ഈ പറഞ്ഞ ഷേപ്പ് എഫക്റ്റുകളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ആഡ് ചെയ്യാറുണ്ട്. ദെൻ നമ്മുടെ ഫോർമാറ്റ് ടാബിലെ അടുത്തൊരു പ്രധാനപ്പെട്ട ഗ്രൂപ്പാണ് വേർഡ് ആർട്ട് സ്റ്റൈൽസ് എന്ന് പറയുന്നത്. ഈ വേർഡ് ആർട്ട് സ്റ്റൈൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡയറക്റ്റായിട്ട് ഷേപ്പുമായിട്ടൊരു ബന്ധം വരുന്നില്ല. ബട്ട് നമ്മൾ ഷേപ്പിനകത്തോ പുറത്തോ ഏതെങ്കിലും ക്യാപ്ഷൻസ് അല്ലെങ്കിൽ ടെക്സ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെക്സ്റ്റിൻ്റെ അപ്പിയറൻസ് മാറ്റുവാനായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഗ്രൂപ്പാണ് വേർഡ് ആർട്ട് സ്റ്റൈൽസ് എന്ന് പറയുന്നത് കേട്ടോ. വേർഡ് ആർട്ട് സ്റ്റൈൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ടെക്സ്റ്റിന് എക്സ്ട്രാ എഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ രൂപത്തിൽ നമുക്ക് കുറച്ച് മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് സാധിക്കും കേട്ടോ. നമുക്ക് വേർഡ് ആർട്ട് മറ്റ് നമ്മുടെ ഡെക്കറേറ്റീവ് ടെക്സ്റ്റുകൾ ഉണ്ടാക്കുവാൻ വേണ്ടി ഡയറക്റ്റായിട്ട് വേർഡ് ആർട്ട് ഗാലറിയിൽ പോകുന്നതിന് പകരം നമ്മൾ നമ്മുടെ ഷേപ്പിന് മുകളിലോ അല്ലെങ്കിൽ ഷേപ്പിൻ്റെ സൈഡിലായിട്ടോ ഒക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ടെക്സ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ടെക്സ്റ്റിൻ്റെ അപ്പിയറൻസ് മാറ്റാനായിട്ട് സാധിക്കും. ഇതിനകത്ത് കുറേ വേർഡ് ആർട്ട് സ്റ്റൈൽസ് അവൈലബിൾ ആണ്. ഈ കാണുന്ന ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേർഡ് ആർട്ട് സ്റ്റൈൽ ഗാലറി കാണാം. അവിടെ നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള വേർഡ് ആർട്ട് സ്റ്റൈൽ ചൂസ് ചെയ്ത് ടെക്സ്റ്റുകൾ ടൈപ്പ് ചെയ്യാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഇവിടെ ടെക്സ്റ്റ് ഫിൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ടെക്സ്റ്റ് ഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റിൻ്റെ നിറം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും കേട്ടോ. സോളിഡ് ആയിട്ടോ അല്ലെങ്കിൽ ഗ്രേഡിയൻ്റ് ആയിട്ടോ ടെക്സ്ചറായിട്ടോ ഒക്കെയുള്ള ഓപ്ഷൻസ് ഉപയോഗിച്ച് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റിൻ്റെ നിറം നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. ടെക്സ്റ്റ് ഔട്ട്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റിൻ്റെ മുകളിൽ ബോർഡേഴ്സ് നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും കേട്ടോ. ബോർഡേഴ്സ് വരയ്ക്കാം. അതിനോടൊപ്പം തന്നെ ബോർഡർ ലൈൻസിൻ്റെ തിക്നെസ് കൂട്ടാം, കുറയ്ക്കാം, നിറം മാറ്റാം, ഇങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ അതിനകത്ത് അവൈലബിൾ ആണ്.
ടെക്സ്റ്റ് എഫക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഗ്ലോ, റിഫ്ലക്ഷൻ, 3D എഫക്ട്സ്, ഷാഡോ, ഇങ്ങനെയുള്ള എക്സ്ട്രാ എഫക്റ്റുകൾ നമുക്ക് ടെക്സ്റ്റിന് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വേർഡ് ആർട്ട് സ്റ്റൈൽസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഷെയ്പ്സിനോടൊപ്പം എന്തെങ്കിലും ക്യാപ്ഷൻസ് കൊടുക്കുകയാണെങ്കിൽ ആ ക്യാപ്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ടെക്സ്റ്റിനെ ഡെക്കറേറ്റീവ് ടെക്സ്റ്റുകളാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടാണ് വേർഡ് ആർട്ട് സ്റ്റൈൽസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അത് പഠിക്കുക. ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അറേഞ്ച് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. അത് എന്താണെന്ന് നോക്കാം. അറേഞ്ച് ഗ്രൂപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗം ബ്രിങ് ഫോർവേഡ്, സെൻഡ് ബാക്ക്വേർഡ്, അലൈൻ, റൊട്ടേറ്റ്, ഗ്രൂപ്പ് ഒബ്ജക്ട്സ്. ആക്ച്വലി ഈ ബ്രിങ് ഫോർവേഡ്, സെൻഡ് ബാക്ക്വേർഡ് ഇതെന്താണെന്ന് നമുക്ക് ആദ്യം പഠിക്കാം. ബ്രിങ് ഫോർവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ഷേപ്പ് വരച്ചു അല്ലെങ്കിൽ ഒരു രണ്ട് ഷേപ്പ് വരച്ചു, ഒരു റെക്റ്റാങ്കിളും ഒരു ട്രയാങ്കിളും. ഞാൻ ഈ റെക്റ്റാങ്കിളിനെ സെലക്ട് ചെയ്തിട്ട് ബ്രിങ് ഫോർവേഡ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ റെക്റ്റാങ്കിളിനെ ഡ്രാഗ് ചെയ്ത് ട്രയാങ്കിളിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ട്രയാങ്കിൾ ബാക്കിലേക്കും പോകും, റെക്റ്റാങ്കിൾ ട്രയാങ്കിളിൻ്റെ മുകളിലായിട്ടും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കും. അത് മനസ്സിലാക്കുക. ദെൻ ഞാൻ ഈ ട്രയാങ്കിളിനെ തന്നെ സെലക്ട് ചെയ്ത് സെൻഡ് ബാക്ക്വേർഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ റെക്റ്റാങ്കിളിനെ ഞാൻ ഡ്രാഗ് ചെയ്ത് ഈ ട്രയാങ്കിളിൽ കൊണ്ടുവെക്കുമ്പോൾ ഈ റെക്റ്റാങ്കിൾ ട്രയാങ്കിളിൻ്റെ പുറകിലോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ബ്രിങ് ഫോർവേഡും സെൻഡ് ബാക്ക്വേർഡും എന്ന് പറയുന്നത്. ഞാൻ ബ്രിങ് ഫോർവേഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഏത് ഷേപ്പിനാണോ കൊടുക്കുന്നത് ആ ഷേപ്പ് മറ്റ് ഷേപ്പുകൾക്ക് മുന്നിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഞാനൊരു പർട്ടിക്കുലർ ഷേപ്പിന് സെൻഡ് ബാക്ക്വേർഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ഷേപ്പിനെ മറ്റൊരു ഷേപ്പിലേക്ക് കൊണ്ടുവെക്കുമ്പോൾ അതിൻ്റെ പുറകിലായിട്ടായിരിക്കും ഈ ഒരു ഷേപ്പ് കാണാൻ സാധിക്കുക കേട്ടോ. ഇതാണ് ബ്രിങ് ഫോർവേഡ്, സെൻഡ് ബാക്ക്വേർഡ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ അലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വരയ്ക്കുന്ന ഷേപ്പിൻ്റെ അലൈൻമെൻറ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ സെൻറ്ററിലേക്കോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, അലൈൻമെൻറ്റ് കസ്റ്റമൈസ് ചെയ്യാം. ദെൻ റൊട്ടേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഡയഗ്രാം വരച്ച് കഴിഞ്ഞാൽ അതിനെ പല ആംഗിളിലേക്ക് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഒരു പർട്ടിക്കുലർ ഷേപ്പ് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു പർട്ടിക്കുലർ കോർണറിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ഔട്ട്ലൈൻ പോലെ ഇങ്ങനെ വരും നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക്. പിന്നെ അതിൻ്റെ വശങ്ങളിൽ നമ്മൾ മൗസ് ബാർ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ അവിടെ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. മൗസ് ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമ്മുടെ ആവശ്യം എന്താണോ അതനുസരിച്ചുള്ള ആംഗിളിലേക്ക് എത്ര ഡിഗ്രി വേണമെങ്കിലും നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനൊന്നും യാതൊരു ലിമിറ്റേഷനും ഇല്ല. ദെൻ ഗ്രൂപ്പ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു റെക്റ്റാങ്കിൾ വരച്ചു, ഒരു ട്രയാങ്കിൾ വരച്ചു, ഒരു പെൻഡഗൺ വരച്ചു. ഈ എല്ലാ ഷേപ്പിനെയും കൂടി എനിക്കൊരൊറ്റ ഗ്രൂപ്പാക്കാനായിട്ട് സാധിക്കും. ഞാൻ ഈ ഓരോ ഷേപ്പും വരയ്ക്കുമ്പോൾ ഓരോന്നും വ്യത്യസ്ത ഒബ്ജക്റ്റുകളായിട്ടായിരിക്കും എൻ്റെ സ്ലൈഡിൽ കാണാൻ സാധിക്കുക. സോ ഞാൻ ഈ 3 ഒബ്ജക്റ്റുകളെയും സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വരച്ചു വെച്ചിരിക്കുന്ന 3 പടങ്ങളും ഒരൊറ്റ ഗ്രൂപ്പായിട്ട് മാറും. ഒറ്റ ഗ്രൂപ്പായിട്ട് മാറിക്കഴിഞ്ഞാലുള്ള ഉപയോഗം എന്താണ്? എനിക്ക് ഒരുമിച്ച് ഇതിനെ ഡ്രാഗ് ചെയ്ത് ഒരു പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലേക്ക് കൊണ്ടുവെക്കാം, ഒരുമിച്ച് റീസൈസ് ചെയ്യാം, ഒരുമിച്ച് ഡിലീറ്റ് ചെയ്യാം. ഇങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് അറേഞ്ച് ഗ്രൂപ്പിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട സംഗതികൾ എന്ന് പറയുന്നത്. സോ അത് നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് സൈസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, സിമ്പിളാണ്. ചേഞ്ച് ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് ഓഫ് ഷേപ്സ്. നമ്മൾ വരച്ച് വെക്കുന്ന ഷേപ്പിൻ്റെ ഹൈറ്റും വിഡ്ത്തും കൂട്ടുവാനും കുറയ്ക്കുവാനും വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് സൈസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആക്ച്വലി ഒരു പർട്ടിക്കുലർ ഷേപ്പിനെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഒരു ഔട്ട്ലൈൻ പോലെ നമുക്ക് കിട്ടും, ഈ ഡോട്ടുള്ള ഔട്ട്ലൈൻസ് കിട്ടും. അപ്പോൾ ആ ഡോട്ടിൽ മൗസ് പോയിൻ്റർ കൊണ്ട് വെക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു സിമ്പിൾ നമുക്ക് കിട്ടും. ആ ഒരു സിമ്പിൾ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഡ്രാഗ് ചെയ്ത് പല രീതിയിലും ഡ്രാഗ് ചെയ്ത് നമുക്ക് സൈസ് കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ സാധിക്കും. പക്ഷേ അതിനേക്കാളും മികച്ച ഒരു മെത്തേഡാണ് സൈസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പോയി മാനുവലി നമുക്ക് എത്ര ഹൈറ്റ് ആണോ വേണ്ടത്, എത്ര വിഡ്ത്ത് ആണോ വേണ്ടത് എന്നുള്ളത് വാല്യൂസ് ടൈപ്പ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ആഡിങ് ടെക്സ്റ്റ് ടു ഷേപ്സ്. നമുക്ക് ഷേപ്പിൽ ടെക്സ്റ്റുകൾ ആഡ് ചെയ്യണം. അതിനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്, ഒരു പർട്ടിക്കുലർ ഷേപ്പ് വരച്ചതിന് ശേഷം ആ ഷേപ്പിൽ എന്ത് ചെയ്യുക, മൗസ് ഉപയോഗിച്ച് റൈറ്റ് ക്ലിക്ക് അടിക്കുക. അതായത് ഒരു ഷേപ്പിനകത്ത് നമുക്ക് എന്ത് ചെയ്യണം, ക്യാപ്ഷൻസ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യണം. അതിനായിട്ടുള്ള സ്റ്റെപ്പുകളാണ് കേട്ടോ. ഷേപ്പിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ സെലക്ട് ആഡ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക.
അതായത് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു വരും, അതിനകത്ത് ആഡ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഷേപ്പിനകത്ത് ഒരു ടെക്സ്റ്റ് ഫീൽഡ് വരും, ഒരു കർസർ ലൈനും കാണും. നമുക്ക് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റ് അവിടെ ടൈപ്പ് ചെയ്യുക. ഇത്രയുമാണ് ഒരു ഷേപ്പിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നത്, ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി എഡിറ്റിംഗ് ഷേപ്സ്. ഒരു ഷേപ്പിനെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റീസൈസ് ചെയ്യാനായിട്ട് ഡ്രാഗ് സൈസിങ് ഹാൻഡിൽസ്. ഒരു പർട്ടിക്കുലർ ഷേപ്പിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതിന് ചുറ്റും ഇങ്ങനെ ഒരു ഔട്ട്ലൈൻ പോലെ ഇങ്ങനെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ എഡ്ജിൽ നമ്മൾ നമ്മുടെ മൗസ് പോയിന്റർ കൊണ്ടുവരുമ്പോൾ തന്നെ ഇങ്ങനെ എന്ത് കാണാൻ സാധിക്കും, ഡ്രാഗ് സൈസിങ് ഹാൻഡിൽസ് കാണാൻ സാധിക്കും. ഈ സൈസിങ് ഹാൻഡിലിൽ നമ്മൾ മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് സൈസ് കുറയ്ക്കുവാനും കൂട്ടുവാനും സാധിക്കും കേട്ടോ. ടു മൂവ് ചെയ്യാനാണെങ്കിൽ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ദ ഷേപ്പ്. ഈ ഷേപ്പിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു സിമ്പിൾ കിട്ടും. ഈ ഒരു സിമ്പിൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഷേപ്പിനെ ഒരു പൊസിഷനിൽ നിന്നും മറ്റൊരു ലൊക്കേഷനിലേക്ക് ഡ്രാഗ് ചെയ്യാനായിട്ട് സാധിക്കും, മൂവ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ടു റൊട്ടേറ്റ് ചെയ്യാനായിട്ട് യൂസ് ദ ഗ്രീൻ റൊട്ടേഷൻ ഹാൻഡിൽ. നമുക്കിതാ ചില പോയിന്റിൽ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഹാൻഡിൽ കാണാൻ പറ്റും, ഒരു ഗ്രീൻ കളറിൽ ഒരു റൊട്ടേഷൻ ഹാൻഡിൽ കാണാൻ സാധിക്കും. ആ ഒരു റൊട്ടേഷൻ ഹാൻഡിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, പടത്തിനെ ഏത് ഡിഗ്രിയിലേക്ക് വേണമെങ്കിലും കറക്കുവാനായിട്ട് സാധിക്കും കേട്ടോ. വളരെ സിമ്പിളാണ്, ഒന്ന് വായിച്ചു വിടുക നന്നായിട്ട് കേട്ടോ. ഇതൊക്കെ വേണമെങ്കിൽ പരീക്ഷയ്ക്കെടുത്ത് എംഫസൈസ് ചെയ്ത് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ടു റൊട്ടേറ്റ് യൂസ് ദ ഗ്രീൻ റൊട്ടേഷൻ ഹാൻഡിൽ കേട്ടോ, അത് മനസ്സിലാക്കുക. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ സെലക്ട് ദ ഷേപ്പ് ആൻഡ് പ്രസ് ഡിലീറ്റ് കീ. നമ്മൾ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഒരു പർട്ടിക്കുലർ ഷേപ്പിനെ സെലക്ട് ചെയ്യുക, ഡിലീറ്റ് കീ അമർത്തുക. എന്നാൽ ആ ഒരു ഷേപ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്ത് കളയുവാനായിട്ട് സാധിക്കും. ഇനി ഷേപ്പിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗം എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിയേറ്റിംഗ് ഡയഗ്രാംസ്, ഡിസൈനിങ് ഫ്ലോ ചാർട്ട്സ്, ഹൈലൈറ്റിംഗ് ഇൻഫർമേഷൻ, മേക്കിംഗ് പ്രസൻറ്റേഷൻ അട്രാക്റ്റീവ്. ഇത്രയുമാണ് ഒരു ഷേപ്പിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ എന്ന് പറയുന്നത്. ഡ്രോയിങ്, ഓർഗനൈസേഷണൽ ചാർട്ട്സ്, ഇതെല്ലാം വരയ്ക്കുവാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഷേപ്സ് ഉപയോഗിക്കാം. ഇനി കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഷേപ്സ് ആർ അവൈലബിൾ ഇൻ ഇൻസേർട്ട് ടാബ്. അപ്പം അറിഞ്ഞിരിക്കുക, ഷേപ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എവിടെയാണ്, ഇൻസേർട്ട് ടാബിലാണ്. ഇൻസേർട്ട് ടാബ് ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ഷേപ്സ് നമ്മുടെ ഡോക്യുമെൻറ്റിൽ, സ്ലൈഡായാലും ഡോക്യുമെൻ്റ് ആയാലും ഷീറ്റിലായാലും ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ദ ഫോർമാറ്റ് ടാബ് അപ്പിയേഴ്സ് ഓൺലി ആഫ്റ്റർ സെലക്ടിങ് എ ഷേപ്പ്. നമ്മുടെ ഒരു പർട്ടിക്കുലർ ഷേപ്പ് സെലക്ട് ചെയ്താൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഫോർമാറ്റ് ടാബ് നമുക്ക് റിബണിൽ കാണാൻ സാധിക്കുകയുള്ളൂ. ഫോർമാറ്റ് ടാബ് വരുന്നത് ഏത് ടാബിന് ശേഷമാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ പറയുക, വ്യൂ ടാബ് കഴിഞ്ഞിട്ടായിരിക്കും ഒരു പർട്ടിക്കുലർ ഷേപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോർമാറ്റ് ടാബ് അപ്പിയർ ആകുന്നത് എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഷേപ്സ് ആർ പാർട്ട് ഓഫ് ഇലസ്ട്രേഷൻസ് ഗ്രൂപ്പ്. ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലസ്ട്രേഷൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. ഇലസ്ട്രേഷൻ ഗ്രൂപ്പിലാണ് ഷേപ്സ് എന്ന് പറയുന്ന ടാബ് നമുക്ക് കാണാൻ സാധിക്കുക. ഫ്ലോ ചാർട്ട് സിമ്പിൾസ് ആർ അവൈലബിൾ ഇൻസൈഡ് ഷേപ്സ്. ഫ്ലോ ചാർട്ട് സിമ്പിൾസ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എവിടെയാണ്, ഷേപ്പുകൾക്കുള്ളിലാണ്. ഫ്ലോ ചാർട്ട് സിമ്പിളുകൾ കാണാൻ സാധിക്കുന്നത് എവിടെയാണ്, ഷേപ്പുകൾക്കുള്ളിലാണ്. ഷേപ്സ് ക്യാൻ കണ്ടെയ്ൻ ടെക്സ്റ്റ്. ഷേപ്പിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റും ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, ഒരു പർട്ടിക്കുലർ ഷേപ്പ് വരച്ചതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആഡ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റുകൾ ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ടെക്സ്റ്റുകൾ ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഷേപ്സ് ക്യാൻ ബി റൊട്ടേറ്റഡ് ആൻഡ് റീസൈസ്ഡ്. ഷേപ്സിനെ നമുക്ക് ഏത് ഡിഗ്രിയിലേക്ക് വേണമെങ്കിലും കറക്കുവാനും റീസൈസ് ചെയ്യുവാനും സാധിക്കും. ആർ സ്പെഷ്യൽ ലൈൻ ഷേപ്സ് യൂസ്ഡ് ഇൻ ഫ്ലോ ചാർട്ട്സ്. നമ്മുടെ ഫ്ലോ ചാർട്ടുകൾക്കകത്ത് ഉപയോഗിക്കുന്ന സ്പെഷ്യൽ ലൈൻ ഷേപ്പുകളെയാണ് കണക്ടേഴ്സ് എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ്. കണക്ടേഴ്സ് ആർ സ്പെഷ്യൽ ലൈൻ ഷേപ്സ് യൂസ്ഡ് ഇൻ ഫ്ലോ ചാർട്ട്സ്. ഫ്ലോ ചാർട്ടുകൾക്കകത്ത് ഉപയോഗിക്കുന്ന പ്രത്യേകതരം ലൈൻ ഷേപ്പുകളെയാണ് നമ്മൾ കണക്ടേഴ്സ് എന്ന് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. സോ നമുക്ക് മറ്റൊരു ക്ലാസ്സിലൂടെ വീണ്ടും കാണാം. എല്ലാ ഫ്രണ്ട്സിനും താങ്ക് യു വെരി മച്ച്.